പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഓരോ മലയാളിയും ശങ്കരനാരായണൻ എന്ന അച്ഛനെ ഓർത്തുപോകും. ആരാണ് ശങ്കരനാരായണൻ എന്ന് പലരും മറന്നു കാണില്ല. പക്ഷേ ആരൊക്കെയോ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ. കൃഷ്ണപ്രിയ എന്ന സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു കൊന്ന പ്രതിക്ക് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പഴുതുകളിലൂടെ ജാമ്യം ലഭിച്ചപ്പോൾ മലപ്പുറത്ത് ഒരു അച്ഛൻ തോക്കെടുത്തു. ആ അച്ഛന്റെ പേരായിരുന്നു ശങ്കരനാരായണൻ. മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ നിര്യാതനായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം സ്വവസതിയിൽ തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 75 വയസ്സായിരുന്നു. കൃഷ്ണപ്രിയ കൊലക്കേസ് അത്ര പെട്ടെന്നൊന്നും കേരളത്തിന് മറക്കാൻ കഴിയാത്ത സംഭവമാണ്. 2001 ഫെബ്രുവരി 9 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടുവരുന്ന വഴി അയൽവാസിയായ 24-കാരൻ എളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. 2002 ജൂലൈ 27 ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയയെ കൃഷ്ണപ്രിയയുടെ പിതാവ് ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തി. മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റു രണ്ടുപേരെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും 2006 മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കളും ഉണ്ടാകുമെന്നും കാണിച്ചാണ് കോടതി അന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടത്. കൃഷ്ണപ്രിയ മരിച്ച ശേഷം കണ്ണീരില്ലാതെ അച്ഛൻ ഉറങ്ങിയില്ല. മരിക്കുന്നതുവരെ തന്റെ ഓമന മകളായ കൃഷ്ണപ്രിയയെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും അയൽവാസികൾ പറയുന്നു. 2 ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏക മകളായിരുന്നു കൃഷ്ണപ്രിയ. ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 37 വയസ്സുണ്ടായിരുന്നു. ശങ്കരനാരായണന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു പ്രതി മുഹമ്മദ് കോയയുടെയും വീട്. പ്രസാദ്, പ്രകാശ് എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.